ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടിയും കൂടി തയ്യാറാക്കി എടുത്തിട്ടുള്ള നുറുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടി അളവ് കുറച്ചെടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് കറുത്ത എള്ളിൻ്റെയും ജീരകത്തിൻ്റെ അളവ് നോക്കണ്ട കേട്ടോ, കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ആദ്യം ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ വിധം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നല്ല രീതിയിൽ പൊടി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ പൊടി വാട്ടി വേവിച്ചെടുക്കൂലേ, ആ രീതിയിൽ വേണം കേട്ടോ. എന്ന് വെച്ചാൽ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ അത്ര അങ്ങോട്ട് ലൂസായി പോകരുത്. അതിലും കുറച്ചും കൂടി കട്ടിക്ക് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പൊടിയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിനുള്ള ചൂടാണ് കേട്ടോ മാറിയിരിക്കുന്നത്. ചെറിയ ചൂടിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നിട്ട് നമ്മുടെ കയ്യിൽ നല്ലോണം ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് ഈ പൊടി കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണേ. കുഴച്ചിട്ട് നമ്മുടെ ഈ പൊടി നല്ലോണം ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. ആ രീതി വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള ഒരു അച്ചിലൊക്കെ ഒന്ന് എണ്ണ തേച്ചെടുക്കുക. അച്ചിലും ആ ഒരു സേവനാഴിയുടെ ഉള്ളിലൊക്കെ നല്ലോണം എണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ വീശിയെടുക്കാൻ. അല്ലെങ്കിൽ ആ പൊടിയില്ലേ, നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ആ പൊടി സേവനാഴിയുടെ ഉള്ളിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ എണ്ണ തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമൊന്നും വരാതെ നമുക്ക് നല്ലോണം ഇതൊന്ന് വീശിയെടുക്കാൻ പറ്റും. ഇനി വാഴയിലയിലാണ് ഞാൻ ആദ്യം വീശിയെടുക്കുന്നത്. വാഴയിലയിലും കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടി സേവനാഴിയുടെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക. ആദ്യം ഇതേപോലെ ചുറ്റിച്ചിട്ട് കുറച്ച് നൂലൊന്ന് ഇതേപോലെ വന്നു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെയറൊന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ ആ ഇലയിൽ കിടന്നിട്ട് ഇങ്ങനെ അതങ്ങ് നീങ്ങുമല്ലാതെ നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ടൊരു 4-5 ലെയറായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് വീശിയെടുക്കുക. ഇതിൻ്റെ തുമ്പ് ഇതേപോലെ അടത്തി നമ്മൾ സേവനാഴിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വീശിയെടുക്കാം. ഞാനൊരു 5-6 എണ്ണം വീശിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നുറുക്കായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നുറുക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് ലെയറുകളായതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ലെയർ ചിലപ്പോൾ ഇങ്ങ് അഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പപ്പടം കുത്തി അല്ലെങ്കിൽ ചട്ടകോ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ, ഒരു പൊള്ളച്ച സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന നുറുക്കും കൂടി ഫുള്ളായിട്ട് അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. നുറുക്ക് ഫുള്ളായിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ഒടിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നന്നായിട്ടാണ് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരിക്കണേ എന്നുള്ളതൊന്ന് ഒടിച്ച് കാണിക്കാവേ. കണ്ടില്ലേ, കല്ലിച്ചൊന്നും പോകാതെ നല്ലോണമാണ് നമുക്കത് വറുത്തെടുക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.